മരവിപ്പിക്കുന്ന തണുപ്പ് നിറഞ്ഞ കാസിൽ ബ്ലാക്കിൽ മൂടൽമഞ്ഞ് മൂടിയ അന്തരീക്ഷത്തിൽ മരപ്പലകകൾ കൊണ്ടുണ്ടാക്കിയ ഒരു മേശപ്പുറത്ത് ആ പുരാതനമായ വാൾ വിശ്രമിക്കുകയായിരുന്നു. ലോങ് ക്ലോ. ഡൊളോറസ് എഡ് ആ വാൾ അതിയായ ആദരവോടെ കൈയിലെടുത്തു. അതിന്റെ ഭാരവും നിർമ്മിതിയും അവൻ ആസ്വദിച്ചു. തുടർന്ന് അവൻ പതുക്കെ തിരിഞ്ഞ് തന്റെ സാധനങ്ങൾ ഒരു സഞ്ചിയിലാക്കിക്കൊണ്ടിരിക്കുന്ന ജോൺ സ്നോനെ നോക്കി. ജോൺ സ്നോവിന്റെ മുഖത്ത് വല്ലാത്തൊരു ശൂന്യത നിഴലിച്ചിരുന്നു. എങ്ങോട്ടാണ് പോകുന്നത്? ഡൊളോറസ് എഡ് ചോദിച്ചു. തെക്കോട്ട്, ജോൺ സ്നോ പറഞ്ഞു. അവന്റെ ശബ്ദത്തിൽ യാതൊരു വികാരവും ഉണ്ടായിരുന്നില്ല. എന്തു ചെയ്യാനാണ്? ഡൊളോറസ് എഡ് വീണ്ടും ചോദിച്ചു. കുറച്ചു ചൂട് കിട്ടാൻ, ജോൺ സ്നോ പറഞ്ഞു. ജോൺ സ്നോ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ 1000 കഥകൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഡൊളോറസ് എഡ് താൻ പിടിച്ചിരുന്ന ലോങ് ക്ലോ പതുക്കെ ആ മേശപ്പുറത്ത് തിരികെ വച്ചു. ആ നിമിഷം മുറിയിൽ വല്ലാത്തൊരു നിശബ്ദത പരന്നു. ഹാർഡ് ഹോമിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടെ പുറത്ത് എന്താണുള്ളതെന്ന് നമ്മൾ കണ്ടതാണ്. അത് ഇങ്ങോട്ട് വരികയാണെന്നും നമുക്കറിയാം. ഈ അവസ്ഥയിൽ നിനക്കെങ്ങനെ ഞങ്ങളെ ഉപേക്ഷിച്ചു പോകാൻ കഴിയും? ഡൊളോറസ് എഡ് ചോദിച്ചു. അവന്റെ കണ്ണുകളിൽ ഭയവും നിരാശയും നിഴലിച്ചിരുന്നു. എനിക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു. നിനക്കതറിയാം, ജോൺ സ്നോ പറഞ്ഞു. നീ ഒരു പ്രതിജ്ഞ എടുത്തിട്ടുള്ളതാണ്, ഡൊളോറസ് എഡ് ഓർമ്മിപ്പിച്ചു. അതെ, നൈറ്റ്സ് വാച്ചിനു വേണ്ടി ഞാൻ എന്റെ ജീവിതം സമർപ്പിച്ചു. ഞാൻ എന്റെ ജീവൻ തന്നെ നൽകി, ജോൺ സ്നോ പറഞ്ഞു. അവന്റെ ശബ്ദത്തിൽ വേദനയും ദേഷ്യവും ഒരുപോലെ കലർന്നിരുന്നു. അവർ എന്നെ കൊന്നു, എന്റെ സ്വന്തം സഹോദരന്മാർ. അതിനുശേഷവും ഞാനിവിടെ നിൽക്കണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്? ജോൺ സ്നോ ചോദിച്ചു. ആ ചോദ്യത്തിനു മുന്നിൽ ഉത്തരം മുട്ടി നിൽക്കുമ്പോഴാണ് പുറത്തുനിന്നും അതിശക്തമായ ഒരു കാഹളനാദം മുഴങ്ങിയത്. ജോൺ സ്നോവും ഡൊളോറസ് എഡും പെട്ടെന്ന് വാതിൽക്കിലേക്ക് നോക്കി. കാസിൽ ബ്ലാക്കിന്റെ തെക്കേ ഗേറ്റുകൾ വലിയ ശബ്ദത്തോടെ പതുക്കെ തുറന്നുവന്നു. അവിടത്തെ മഞ്ഞുവീണ മുറ്റത്തേക്ക് കുതിരപ്പുറത്ത് സാൻസ, ബ്രിയൻ, പോഡ്രിക് എന്നിവർ പ്രവേശിച്ചു. അതിശക്തമായ തണുപ്പുള്ള ആ പകൽ വെളിച്ചത്തിൽ അവരുടെ വരവ് ഒരു മനോഹരമായ പെയിന്റിംഗ് പോലെ തോന്നിപ്പിച്ചു. നൈറ്റ്സ് വാച്ചിലെ ആളുകളും അവിടുത്തെ കാട്ടുമനുഷ്യരും അവരെ തന്നെ ഉറ്റുനോക്കി. ടോർമണ്ടിന്റെ കണ്ണുകൾ ബ്രിയന്നിന്റെ മേൽ ഉടക്കി നിന്നു. വല്ലാത്തൊരു കാമനയോടെയും കൗതുകത്തോടെയുമാണ് ടോമുണ്ട് അവളെ നോക്കിയത്. അവർ 3 പേരും തങ്ങളുടെ കുതിരകളിൽ നിന്നും താഴെയിറങ്ങി. ആ സമയം ജോൺ സ്നോവും ഡൊളോറസ് എഡും മുറ്റത്തേക്ക് നോക്കാൻ കഴിയുന്ന ഒരു ബാൽക്കണിയിലേക്ക് നടന്നെത്തി. സാൻസ വളരെ പതുക്കെ ചുറ്റും നോക്കിക്കൊണ്ട് തിരിഞ്ഞു. അവരുടെ ആ ആലിംഗനത്തിൽ വടക്കിന്റെ മുഴുവൻ വികാരവും അടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് കാസിൽ ബ്ലാക്കിലുള്ള ജോൺ സ്നോവിന്റെ മുറിയിൽ കത്തുന്ന തീയുടെ അടുത്ത് അവർ ഇരിക്കുകയായിരുന്നു. സാൻസ തന്റെ കൈയിലുള്ള പാത്രത്തിൽ നിന്നും അല്പം സൂപ്പ് കുടിച്ചു. ഇത് നല്ല സൂപ്പാണ്. ഓൾഡ് നാൻ ഉണ്ടാക്കാറുള്ള ആ കിഡ്നി പൈകൾ നീ ഓർക്കുന്നുണ്ടോ? സാൻസ ചോദിച്ചു. അവളുടെ കണ്ണുകളിൽ പഴയ കാലത്തിന്റെ ഓർമ്മകൾ തിളങ്ങി. നമ്മൾ ഒരിക്കലും വിന്റർഫെൽ വിട്ടുപോകാൻ പാടില്ലായിരുന്നു, ജോൺ സ്നോ പറഞ്ഞു. വല്ലാത്തൊരു കുറ്റബോധം അവന്റെ വാക്കുകളിലുണ്ടായിരുന്നു. എന്റെ നേരെ തന്നെ നോക്കി പോകരുത് വിഡ്ഢി എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, സാൻസ പറഞ്ഞു. ഞാൻ നിന്നോട് എത്ര മോശമായാണ് പെരുമാറിയത് എന്നതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് സമയം ചിന്തിച്ചു. എനിക്ക് എല്ലാം മാറ്റാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, സാൻസ പറഞ്ഞു. നമ്മൾ കുട്ടികളായിരുന്നില്ലേ? ജോൺ സ്നോ പറഞ്ഞു. ഞാൻ വളരെ മോശമായിരുന്നു, അത് സമ്മതിക്കൂ, സാൻസ പറഞ്ഞു. ജോൺ സ്നോ ചെറുതായി ഒന്ന് ചിരിച്ചു. ചിലപ്പോഴൊക്കെ നീ മോശമായിരുന്നു. എന്റെ കാര്യവും അത്ര രസകരമായിരുന്നില്ല എന്നെനിക്കുറപ്പുണ്ട്. നിങ്ങളെല്ലാവരും കളിക്കുമ്പോൾ എപ്പോഴും ഒരു മൂലയിൽ മുഖം വീർപ്പിച്ചിരിക്കുകയായിരുന്നല്ലോ ഞാൻ. നിനക്കെന്നോട് ക്ഷമിക്കാൻ കഴിയുമോ? സാൻസ ചോദിച്ചു. ശരി, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, ജോൺ സ്നോ പറഞ്ഞു. സാൻസ ചിരിച്ചുകൊണ്ട് ജോൺ സ്നോവിന്റെ കയ്യിലുള്ള മദ്യത്തിന്റെ കൊമ്പിനായി കൈനീട്ടി. ജോൺ സ്നോ അതവൾക്ക് കൊടുത്തു. നീ എങ്ങോട്ടാണ് പോവുക? സാൻസ ചോദിച്ചു. ഞാൻ നിന്നെ നോക്കിയില്ലെങ്കിൽ അച്ഛന്റെ പ്രേതം തിരിച്ചുവന്ന് എന്നെ കൊല്ലും, ജോൺ സ്നോ പറഞ്ഞു. എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല, നടന്ന കാര്യങ്ങൾക്ക് ശേഷം പ്രത്യേകിച്ചും, ജോൺ സ്നോ പറഞ്ഞു. നമുക്ക് പോകാൻ ഒരേയൊരു സ്ഥലമേയുള്ളൂ, നമ്മുടെ വീട്, സാൻസ പറഞ്ഞു. ബോൾട്ടോണുകളോട് അവരുടെ സാധനങ്ങൾ എടുത്തു പോകാൻ നമ്മൾ പറയണമെന്നാണോ? ജോൺ സ്നോ ചോദിച്ചു. നമ്മളത് അവരിൽ നിന്നും തിരികെ പിടിക്കും, സാൻസ പറഞ്ഞു. അവളുടെ മുഖത്ത് വല്ലാത്തൊരു ദൃഢനിശ്ചയമുണ്ടായിരുന്നു. എനിക്കൊരു സൈന്യമില്ല, ജോൺ സ്നോ പറഞ്ഞു. നീ എത്ര കാട്ടുമനുഷ്യരെ രക്ഷിച്ചു? സാൻസ ചോദിച്ചു. അവർ എന്നെ സേവിക്കാൻ ഇങ്ങോട്ട് വന്നവരല്ല, ജോൺ സ്നോ പറഞ്ഞു. അവർക്ക് സ്വന്തം ജീവൻ ലഭിച്ചത് നീ കാരണമാണ്, സാൻസ പറഞ്ഞു. അവൾ എഴുന്നേറ്റ് ഒരു മേശയുടെ അടുത്തേക്ക് നടന്നു.
അവൾ തന്റെ പാത്രം അതിൽ വെച്ചു. റൂസ് ബോൾട്ടൺ വടക്കിന്റെ അധികാരിയായി തുടർന്നാൽ അവർ ഇവിടെ സുരക്ഷിതരായിരിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? സാൻസ ചോദിച്ചു. ജോൺ സ്നോ അവളെ തടയാൻ ശ്രമിച്ചു. വിന്റർഫെൽ നമ്മുടെ വീടാണ്. അത് നമ്മുടേതും ആര്യായുടേതും ബ്രാൻഡേതും റിക്കോണിന്റേതുമാണ്. അവർ എവിടെയായിരുന്നാലും അത് നമ്മുടെ കുടുംബത്തിന് അവകാശപ്പെട്ടതാണ്. അതിനുവേണ്ടി നമ്മൾ പോരാടണം, സൻസ പറഞ്ഞു. പോരാടി ഞാൻ തളർന്നു. ജോൺ സ്നോ എഴുന്നേറ്റ് സൻസയെ നോക്കി പറഞ്ഞു. നൈറ്റ്സ് വാച്ചിലെ എന്റെ സഹോദരന്മാരെ ഞാൻ കൊന്നു. ഞാൻ കാട്ടുമനുഷ്യരെ കൊന്നു. ഞാൻ ആരാധിക്കുന്ന മനുഷ്യരെ ഞാൻ കൊന്നു. ബ്രാൻനേക്കാൾ പ്രായം കുറഞ്ഞ ഒരു ആൺകുട്ടിയെ ഞാൻ തൂക്കിലേറ്റി. ഞാൻ പോരാടി. ഞാൻ തോറ്റു. നമ്മൾ വടക്ക് തിരികെ പിടിച്ചില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും സുരക്ഷിതരായിരിക്കില്ല. നീ എന്നെ സഹായിക്കണമെന്നാണ് എന്റെ ആഗ്രഹം, സൻസ പറഞ്ഞു. അവളുടെ കണ്ണുകളിൽ തീ പാറുന്നുണ്ടായിരുന്നു. അതേസമയം കാസിൽ ബ്ലാക്കിലെ ബാൽക്കണിയിൽ മെലിസാന്ദ്ര പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. കാറ്റ് അവളുടെ മുടിയിഴകളെ തഴുകിമാറ്റി. ഡാവോസ് അവളുടെ അടുത്തേക്ക് വന്നു. മൈലേഡി, ഡാവോസ് വിളിച്ചു. നിങ്ങളിവിടെ കാസിൽ ബ്ലാക്കിൽ നിൽക്കുമോ? ഡാവോസ് ചോദിച്ചു. ജോൺ സ്നോ കൽപ്പിക്കുന്നതുപോലെ ഞാൻ ചെയ്യും, മെലിസാന്ദ്ര പറഞ്ഞു. നിങ്ങളിപ്പോൾ ജോൺ സ്നോനെയാണോ സേവിക്കുന്നത്? ഡാവോസ് ചോദിച്ചു. വാഗ്ദാനം ചെയ്യപ്പെട്ട രാജകുമാരൻ അവനാണ്, മെലിസാന്ദ്ര പറഞ്ഞു. അവളുടെ ശബ്ദത്തിൽ അടിയുറച്ച വിശ്വാസമുണ്ടായിരുന്നു. എന്നോട് ക്ഷമിക്കണം, അത് സ്റ്റാനിസാണെന്നാണ് ഞാൻ കരുതിയത്, ഡാവോസ് പറഞ്ഞു. മെലിസാന്ദ്ര ഡാവോസിൽ നിന്നും അകന്ന് മുറ്റത്തേക്ക് നടന്നു. ഡാവോസ് അവളുടെ പിന്നാലെ ചെന്നു. അവിടെ താഴെ എന്താണ് സംഭവിച്ചത്? ഡാവോസ് ചോദിച്ചു. അവിടെ ഒരു യുദ്ധം നടന്നു. സ്റ്റാനിസ് പരാജയപ്പെട്ടു, മെലിസാന്ദ്ര പറഞ്ഞു. മെലിസാന്ദ്ര വീണ്ടും നടക്കാൻ തുടങ്ങി. പക്ഷേ ഡാവോസ് അവളെ തടയാനായി അവളുടെ കയ്യിൽ പിടിച്ചു. രാജകുമാരിക്ക് എന്തു സംഭവിച്ചു? ഡാവോസ് ചോദിച്ചു. ആ സമയത്ത് ബ്രിയൻ അവിടേക്ക് വന്നു. എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ കണ്ടു. യുദ്ധക്കളത്തിൽ സ്റ്റാനിസിന്റെ സൈന്യം പരാജയപ്പെടുന്നത് ഞാൻ കണ്ടു, ബ്രിയൻ പറഞ്ഞു. മൈലേഡി, ഞാൻ സർ ഡാവോസ് സീവർത്ത്. ഡാവോസ് സ്വയം പരിചയപ്പെടുത്തി. നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. രക്തമാന്ത്രിക വിദ്യയാൽ റെൻലി വധിക്കപ്പെടുന്നതിനു മുമ്പ് ഞാൻ റെൻലി ബറാത്തിയനിന്റെ കിങ്സ്ഗാർഡായിരുന്നു, ബ്രിയൻ പറഞ്ഞു. അവൾ മെലിസാന്ദ്രയെ തന്നെ ഉറ്റുനോക്കി. അതൊക്കെ ഇപ്പോൾ കഴിഞ്ഞ കാലമാണ്, ഡാവോസ് പറഞ്ഞു. അതെ, അത് കഴിഞ്ഞ കാലമാണ്. അതിനർത്ഥം ഞാനത് മറന്നുവെന്നോ പൊറുത്തുവെന്നോ അല്ല. ഞാൻ അയാളെ വധിക്കുന്നതിനു തൊട്ടുമുമ്പ്, ബ്രിയൻ പറഞ്ഞു. ഇത് പറഞ്ഞ് ബ്രിയൻ അവിടെ നിന്നും നടന്നുപോയി. മെലിസാന്ദ്ര എതിർദിശയിലേക്കും നടന്നു. ഡാവോസ് അത്ഭുതത്തോടെ ബ്രിയനെ നോക്കി നിന്നു. പകൽ വെളിച്ചത്തിൽ ഈരിയിലെ പരിശീലന മൈതാനത്ത് അവിടത്തെ പ്രകാശം തിളക്കമാർന്നതും വ്യക്തവുമായിരുന്നു. റോബിൻ ഒരു വില്ലും അമ്പും ഉപയോഗിച്ച് ലക്ഷ്യത്തിലേക്ക് ഉന്നം പിടിക്കുകയായിരുന്നു. അവൻ അമ്പെയ്തു, പക്ഷേ അത് ലക്ഷ്യത്തിലെത്താതെ താഴെ വീണു. യോൺ റോയ്സ് നിരാശയോടെ നെടുവീർപ്പിട്ടു. റോബിൻ അംഗീകാരത്തിനായി യോൺ റോയ്സിനെ നോക്കി. യോൺ റോയ്സ് അവനെ നോക്കി പുഞ്ചിരിച്ചു. അപ്പോഴാണ് നിരവധി കുതിരപ്പടയാളികളോടൊപ്പം ഒരു രഥം അവിടേക്ക് വന്നത്. ലിറ്റിൽ ഫിംഗർ ആ രഥത്തിൽ നിന്നും പുറത്തിറങ്ങി. താഴ്വരയുടെ സംരക്ഷകൻ ലിറ്റിൽ ഫിംഗർ റോബിനോട് പറഞ്ഞു. റോബിൻ വില്ലും അമ്പും താഴെയിട്ട് ലിറ്റിൽ ഫിംഗറിന്റെ അടുത്തേക്ക് ഓട്ടി. അവർ പരസ്പരം ആലിംഗനം ചെയ്തു. മൈ ലോർഡ്, വരൂ, വന്നു കാണൂ. ലിറ്റിൽ ഫിംഗർ റോബിനെ രഥത്തിന്റെ പിൻഭാഗത്തേക്ക് കൊണ്ടുപോയി. റോബിനും ലിറ്റിൽ ഫിംഗറും കൂടി രഥത്തിന്റെ പിൻഭാഗത്തെ തുണിമാറ്റി. അവിടെ ഒരു കൂട്ടിൽ ഒരു പരുന്തിനെ അവർ കണ്ടു. റോബിൻ അതിശയത്തോടെ ശ്വാസമടക്കി പിടിച്ചു. പക്ഷികളിൽ വെച്ച് ഏറ്റവും മികച്ചതും അപൂർവവുമായ ഒന്ന്, ലിറ്റിൽ ഫിംഗർ പറഞ്ഞു. യോൺ റോയ്സ് മുന്നോട്ടു വന്നു. അവസാനമായി ഞാൻ നിന്നെ കണ്ടപ്പോൾ സൻസ സ്റ്റാർക്കിനെ നീ നിന്റെ കൂടെ ഫിംഗേഴ്സിലേക്ക് കൊണ്ടുപോകുകയാണെന്നാണ് എന്നോട് പറഞ്ഞത്. തീർച്ചയായും ഞാൻ അതാണ് ചെയ്തത്, ലിറ്റിൽ ഫിംഗർ പറഞ്ഞു. എന്നിട്ടും കുറച്ചുനാൾ മുമ്പ് അവൾ വിന്റർഫെല്ലിൽ വെച്ച് റാംസേ ബോൾട്ടനെ വിവാഹം കഴിച്ചുവെന്ന് ഞങ്ങൾക്ക് റിപ്പോർട്ടുകൾ ലഭിച്ചു, യോൺ റോയ്സ് പറഞ്ഞു. ഫിംഗേഴ്സിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ ബോൾട്ടണിന്റെ വലിയൊരു സൈന്യം ഞങ്ങളെ ആക്രമിച്ചു. ഞങ്ങൾ എപ്പോഴാണ് യാത്ര ചെയ്യുന്നതെന്നും ആരെയാണ് കൊണ്ടുപോകുന്നതെന്നും അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു എന്ന് തോന്നി, ലിറ്റിൽ ഫിംഗർ സമർത്ഥമായി പറഞ്ഞു. നീ എന്നെ ഒരു വിഡ്ഢിയായാണോ കാണുന്നത്? യോൺ റോയ്സ് ചോദിച്ചു. സൻസ സ്റ്റാർക്കിനെക്കൊണ്ടുള്ള എന്റെ യാത്രാപദ്ധതികളെക്കുറിച്ച് എത്ര പേർക്കറിയാമായിരുന്നു? ഞാൻ എന്റെ ഉദ്ദേശ്യങ്ങൾ നിങ്ങളോട് മാത്രമാണ് പങ്കുവച്ചത്, മറ്റാരോടുമല്ല, ലിറ്റിൽ ഫിംഗർ പറഞ്ഞു. ഈ സംഭാഷണം റോബിന്റെ ശ്രദ്ധ കുറച്ചുനേരത്തേക്ക് പരുന്തിൽ നിന്നും മാറ്റി. യോൺ റോയ്സ് പതുക്കെ ലിറ്റിൽ ഫിംഗറിന്റെ അടുത്തേക്ക് വന്നു. ഒരു മനുഷ്യനെ അവന്റെ സ്വന്തം വീട്ടിൽ വെച്ച് അപമാനിച്ചാൽ നീ അവനുമായി യുദ്ധം ചെയ്യേണ്ടിവരും, യോൺ റോയ്സ് മുന്നറിയിപ്പ് നൽകി. നിങ്ങളുടെ വീട് ഈ താഴ്വരയാണ്. താഴ്വരയുടെ അധിപൻ നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട്. അദ്ദേഹത്തിന്റെ വിധി മാത്രമേ എന്നെ ബാധിക്കുന്നുള്ളൂ, ലിറ്റിൽ ഫിംഗർ തന്ത്രപൂർവ്വം പറഞ്ഞു. യോൺ റോയ്സ് റോബിനെ നോക്കി. നമുക്കിവനെ മൂൺഡോറിലൂടെ താഴേക്കെറിയാമോ? റോബിൻ ചോദിച്ചു. ചുറ്റുമുള്ള സൈനികർ യോൺ റോയ്സിന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. യോൺ റോയ്സ് വേഗത്തിൽ റോബിനിന്റെ അടുത്തേക്ക് നടന്നു. മൈ ലോർഡ്, ഞാൻ എപ്പോഴും ഹൗസ് ആരനോട് വിശ്വസ്തനായിരുന്നു. നിങ്ങളുടെ പിതാവിനോട്, നിങ്ങളുടെ മാതാവിനോട്, ഇപ്പോൾ നിങ്ങളോടും, യോൺ റോയ്സ് ഭയത്തോടെ പറഞ്ഞു. നിങ്ങൾ അയാളെ വിശ്വസിക്കുന്നുണ്ടോ, അങ്കിൾ പെറ്റീർ? റോബിൻ ചോദിച്ചു.
യോൺ റോയ്സ് തിരിഞ്ഞ് ലിറ്റിൽ ഫിംഗറിനെ നോക്കി. ലോർഡ് റോയ്സ് താഴ്വരയെ നന്നായി സേവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് മികച്ചൊരു സൈനിക ചരിത്രമുണ്ട്. അദ്ദേഹത്തിന്റെ പരിപൂർണമായ വിശ്വസ്തത നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ വരാനിരിക്കുന്ന യുദ്ധങ്ങളിൽ അദ്ദേഹം ഒരു മികച്ച കമാൻഡറായിരിക്കും, ലിറ്റിൽ ഫിംഗർ പറഞ്ഞു. യോൺ റോയ്സ് വീണ്ടും റോബിനിന്റെ നേരെ തിരിഞ്ഞു. നിങ്ങൾക്കെന്റെ പൂർണ്ണമായ വിശ്വസ്തതയെ വിശ്വസിക്കാം, മൈലോർഡ്. അദ്ദേഹത്തിന് ഒരവസരം കൂടി നൽകണമെന്നാണ് ഞാൻ കരുതുന്നത്. നീ എന്തു പറയുന്നു? ലിറ്റിൽ ഫിംഗർ ചോദിച്ചു. ശരി, റോബിൻ പറഞ്ഞു. യോൺ റോയ്സ് തലകുനിച്ച് അവിടെ നിന്നും കുറച്ചു ദൂരം മാറി നിന്നു. ഞാനൊരു നല്ല വാർത്ത കൊണ്ടുവന്നിട്ടുണ്ട്. സാൻസ വിന്റർഫെല്ലിൽ നിന്നും രക്ഷപ്പെട്ടുവെന്ന് വടക്കുള്ള എന്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു. അവളുടെ സഹോദരൻ കമാൻഡറായി സേവനമനുഷ്ഠിക്കുന്ന കാസിൽ ബ്ലാക്കിലേക്കാണ് അവൾ പോയതെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ ബോൾട്ടൺകൾ അവളുടെ പിന്നാലെ ഉള്ളതുകൊണ്ട് അവൾ അവിടെ സുരക്ഷിതയായിരിക്കില്ല, ലിറ്റിൽ ഫിംഗർ റോബിനോട് പറഞ്ഞു. അവൾ എന്റെ കസിനാണ്. നമ്മൾ അവളെ സഹായിക്കണം, റോബിൻ പറഞ്ഞു. അങ്ങ് ദൂരെ മീറീനിൽ കടൽത്തീരത്ത് ഒരു വലിയ കപ്പൽ തുറമുഖത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു. തിളങ്ങുന്ന സൂര്യപ്രകാശത്തിൽ ആ സമുദ്രം സ്വർണ്ണനിറത്തിൽ വെട്ടിത്തിളങ്ങി. തിരിയൻ, വാരീസ്, മിസാൻഡെയ്, ഗ്രേവേം എന്നിവർ കപ്പൽ വരുന്നത് നോക്കി തീരത്ത് നിൽക്കുകയായിരുന്നു. നിങ്ങൾ ശത്രുവിനെ നമ്മുടെ നഗരത്തിലേക്ക് ക്ഷണിക്കുകയാണോ? ഗ്രേവേം ചോദിച്ചു. അതെ, ഞാൻ ക്ഷണിച്ചു. ബുദ്ധിമാനായ ഒരാൾ ഒരിക്കൽ എന്നോട് പറഞ്ഞതുപോലെ, നമ്മൾ സമാധാനമുണ്ടാക്കുന്നത് നമ്മുടെ ശത്രുക്കളോടാണ്, സുഹൃത്തുക്കളോടല്ല, ടിരിയൻ പറഞ്ഞു. അവൻ നടക്കാൻ തുടങ്ങി. മറ്റുള്ളവർ അവന്റെ പിന്നാലെ ചെന്നു. രാജ്ഞിയുടെ ശത്രുക്കളോട് ഞാൻ സമാധാനമുണ്ടാക്കാറില്ല. ഞാൻ അവരെ കൊല്ലുകയാണ് ചെയ്യുക, ഗ്രേവേം ദേഷ്യത്തോടെ പറഞ്ഞു. അതെ, അതൊരു സൈനിക സമീപനമാണ്. ഇവിടെ മീറീനിൽ അതെങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് നമ്മൾ കണ്ടതാണല്ലോ. ഞാൻ പ്രതിനിധീകരിക്കുന്നത് നയതന്ത്ര സമീപനത്തെയാണ്, ടിരിയൻ പറഞ്ഞു. മീറീനിലെ കൗൺസിൽ ചേംബറിൽ വലിയ തൂണുകൾക്കിടയിലൂടെ വെളിച്ചം അരിച്ചിറങ്ങിയിരുന്നു. അവിടെ യെസാൻസോ കാഗാസ്, റസ്ദൽമോ എറാസ്, ബെലിച്ചോ പെനിമിയൻ എന്നീ 3 യജമാനന്മാരോടൊപ്പം ടിരിയൻ, വാരീസ്, മിസാൻഡെയ്, ഗ്രേവേം എന്നിവർ ഇരിക്കുകയായിരുന്നു. ഈ കുള്ളനെ ഞാനൊരു സ്വർണ്ണ നാണയത്തിനാണ് വാങ്ങിയത്. എന്നിട്ടിപ്പോൾ നീ മീറീനിലെ ഈ വലിയ പിരമിഡിന്റെ മുകളിലെത്തിയിരിക്കുന്നു. ഇത് വളരെ ആകർഷകമാണ്, യെസാൻ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ അസ്റ്റപോറിലെ നല്ല യജമാനന്മാർക്ക് വേണ്ടി സംസാരിക്കുന്നു. ഭാഗ്യത്തിന്റെ മാറ്റങ്ങൾക്ക് ഒരു സല്യൂട്ട്, ടിരിയൻ പരിഹാസത്തോടെ പറഞ്ഞു. ഞങ്ങളിവിടെ വന്നത് രാജ്ഞിയെ കാണാനാണ്. പകരം ഞങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ഒരു കുള്ളനും ഒരു ഷണ്ടനുമാണ്, റസ്ദാൽ പറഞ്ഞു. നമുക്കിത് ലളിതമാക്കാം, അല്ലേ? നിങ്ങൾക്കെന്താണ് വേണ്ടതെന്ന് പറയൂ, ടിരിയൻ ആവശ്യപ്പെട്ടു. നിങ്ങൾ സ്ലേവേഴ്സ് ബേ വിട്ടുപോകണം. നിങ്ങളുടെ ഡ്രാഗണുകളെയും സൈന്യത്തെയും കൂട്ടിപ്പോവുക, ബെലിച്ചോ പറഞ്ഞു. രാജ്ഞി ഡെനറീസ് എന്നേക്കുമായി മീറീനിൽ നിൽക്കില്ല. അവളുടെ ലക്ഷ്യം പടിഞ്ഞാറോട്ടാണ്, ടിരിയൻ പറഞ്ഞു. നമ്മൾ അവസാനമായി കണ്ടപ്പോൾ അവൾക്ക് വെസ്ട്രോസിലേക്ക് മടങ്ങാൻ ഞാൻ കപ്പലുകൾ വാഗ്ദാനം ചെയ്തിരുന്നു. അവൾ അത് നിരസിച്ചു, റസ്ദാൽ പറഞ്ഞു. ലക്ഷക്കണക്കിന് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അപ്പോഴും ചങ്ങലകളിൽ കഴിഞ്ഞിരുന്നതുകൊണ്ടാണ് അവൾ അത് നിരസിച്ചത്, മിസന്ദെയ് പറഞ്ഞു. കാലത്തിന്റെ തുടക്കം മുതൽ അവർ അങ്ങനെ തന്നെയാണ്, റസ്ദാൽ പറഞ്ഞു. ഇനിയൊരിക്കലും അങ്ങനെയായിരിക്കില്ല, ഗ്രേവേം ഉറപ്പിച്ചു പറഞ്ഞു. നീ ഇപ്പോൾ ഒരു സ്വതന്ത്രനാണെന്ന് നീ കരുതുന്നുണ്ടോ? നീ ഇപ്പോഴും ഓർഡറുകൾ അനുസരിക്കുന്നു. നിന്റെ യജമാനത്തിക്ക് വെള്ളി നിറമുള്ള മുടിയും മുലകളുമുണ്ടെന്നതുകൊണ്ട് അവൾ ഒരു യജമാനത്തി അല്ലാതാകുന്നില്ല, യെസാൻ പറഞ്ഞു. സുഹൃത്തുക്കളെ, ദയവായി ശാന്തരാകൂ, ടിരിയൻ പറഞ്ഞു. എക്കാലത്തും സമ്പത്തും അധികാരവുമുള്ളവരും ഒന്നുമില്ലാത്തവരും ഉണ്ടായിട്ടുണ്ട്. അതാണ് ലോകത്തിന്റെ രീതി. ലോകത്തിന്റെ രീതി മാറ്റാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്, ടിരിയൻ പറഞ്ഞു. അടിമത്തമാണ് ഞങ്ങളുടെ ലോകത്തിന്റെ രീതി, യെസാൻ പറഞ്ഞു. പണം സമ്പാദിക്കാൻ നിങ്ങൾക്ക് അടിമകളുടെ ആവശ്യമില്ല. വെസ്റ്ററോസിൽ 100 കണക്കിന് വർഷങ്ങളായി അടിമകളില്ല. എന്നിട്ടും നിങ്ങളെക്കാളൊക്കെ സമ്പന്നനായാണ് ഞാൻ വളർന്നത്. പകരം ഒരു പുതിയ വ്യവസ്ഥിതി നൽകാതെ അടിമത്തം നിർത്തലാക്കിയത് ഒരു തെറ്റായിരുന്നു എന്ന് നമ്മുടെ രാജ്ഞി തിരിച്ചറിയുന്നു. അതുകൊണ്ട് രാജ്ഞിയുടെ നിർദ്ദേശം ഇതാണ്: അടിമത്തം ഒരിക്കലും മീറീനിൽ തിരിച്ചുവരില്ല. എന്നാൽ പുതിയ ക്രമവുമായി പൊരുത്തപ്പെടാൻ സ്ലേവേഴ്സ് ബേയിലെ മറ്റ് നഗരങ്ങൾക്ക് അവൾ സമയം നൽകും, ടിരിയൻ പറഞ്ഞു. അതിന്റെ അർത്ഥമെന്താണ്? യെസാൻ ചോദിച്ചു. ഒറ്റരാത്രികൊണ്ട് അടിമത്തം നിർത്തലാക്കുന്നതിനു പകരം ഈ സമ്പ്രദായം അവസാനിപ്പിക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് 7 വർഷം നൽകും, ടിരിയൻ പറഞ്ഞു. യജമാനന്മാർ പരസ്പരം നോക്കി. അടിമ ഉടമകൾക്ക് അവരുടെ നഷ്ടങ്ങൾക്ക് ന്യായമായ വില നൽകും. പകരം സൺസ് ഓഫ് ദ ഹാർപ്പിക്കുള്ള നിങ്ങളുടെ പിന്തുണ നിങ്ങൾ അവസാനിപ്പിക്കണം, ടിരിയൻ പറഞ്ഞു. ഞങ്ങൾ സൺസ് ഓഫ് ദ ഹാർപ്പിയെ പിന്തുണയ്ക്കുന്നില്ല, യെസാൻ കള്ളം പറഞ്ഞു. ശരി, എന്നാലും നിങ്ങൾ ആ പിന്തുണ അവസാനിപ്പിക്കണം. എന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ നിർദ്ദേശം സ്വീകരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇതിനേക്കാൾ മികച്ചൊരു വാഗ്ദാനം നിങ്ങൾക്ക് ലഭിക്കില്ല, ടിരിയൻ പറഞ്ഞു. പിന്നീട് മീറീനിലെ ദർബാർ ഹാളിൽ സാധാരണക്കാരുടെ പ്രതിനിധികൾ സിംഹാസനത്തിന്റെ താഴെ വട്ടത്തിൽ കൂടി നിന്ന് വലീരിയൻ ഭാഷയിൽ മന്ത്രിക്കുന്നുണ്ടായിരുന്നു. ടിരിയൻ, മിസാൻഡെയ്, ഗ്രേവേം എന്നിവർ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. ടിരിയൻ വലീരിയൻ ഭാഷയിൽ പറഞ്ഞു: എന്റെ സുഹൃത്തുക്കളെ, വലിയ ക്ഷമ. നിങ്ങളിന്ന് അടിമക്കച്ചവടക്കാരുമായി കൂടിക്കാഴ്ച നടത്തി. അതെ, ഞാൻ നടത്തി, ടിരിയൻ പറഞ്ഞു.
ഈ ദുഷ്ടന്മാരുമായി പോരാടിയാണ് ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാർ മരിച്ചത്. ഇപ്പോൾ നിങ്ങൾ അവരെ ഞങ്ങളുടെ നഗരത്തിലേക്ക് ക്ഷണിച്ച് അവർക്കൊപ്പം വീഞ്ഞു കുടിക്കുന്നു. ഒന്നാമത്തെയാൾ ദേഷ്യത്തോടെ പറഞ്ഞു. ടിരിയൻ സിംഹാസനത്തിന്റെ പടവുകളിറങ്ങി അവരുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ഭരിക്കുന്നവർക്ക് ഭരിക്കപ്പെടുന്നവരെ ഭയപ്പെടുത്താൻ വേണ്ടിയാകാം ഈ മുറി നിർമ്മിച്ചത്. എന്നാൽ ഞാൻ നിങ്ങളുടെ ഭരണാധികാരിയല്ല. ഞാൻ ചങ്ങലകൾ പൊട്ടിച്ചവളല്ല. ഞാൻ തീയിലെരിയാത്തവളല്ല. ഞാൻ തീർച്ചയായും ഡ്രാഗണുകളുടെ മാതാവുമല്ല, ടിരിയൻ പറഞ്ഞു. അവരെല്ലാവരും പടവുകളിറങ്ങി ആ മനുഷ്യരുടെ നേർക്കുനേർ നിന്നു. നിങ്ങളിവിടെ ഒരു അപരിചിതനാണ്. പിന്നെ എന്തിനാണ് ഞങ്ങളുടെ ശത്രുക്കളുമായുള്ള ഈ ചർച്ചകളിൽ നിങ്ങൾ മീരീനെ പ്രതിനിധീകരിക്കുന്നത്? ഒന്നാമത്തെയാൾ ചോദിച്ചു. കാരണം നമ്മുടെ രാജ്ഞി അവളുടെ ഉപദേശകനായി എന്നെ തിരഞ്ഞെടുത്തു. അവൾ യാത്ര കഴിഞ്ഞ് മടങ്ങിവരുന്നതുവരെ. ടിരിയൻ പറഞ്ഞു നിർത്തി. അവൾ എപ്പോഴാണ് മടങ്ങിവരിക? രണ്ടാമത്തെയാൾ ചോദിച്ചു. ഉടനെ. ഞാൻ നിങ്ങൾക്ക് വാക്കു നൽകുന്നു, ടിരിയൻ പറഞ്ഞു. ഞങ്ങൾക്ക് നിങ്ങളെ അറിയില്ല. ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾക്ക് ടോർഗോ നൂഥോയെ അറിയാം. യജമാനന്മാർക്കെതിരെ ഞങ്ങൾ അവനോടൊപ്പം പോരാടുന്നു. ഞങ്ങൾ അവനെ വിശ്വസിക്കുന്നു, ഒന്നാമത്തെയാൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഈ ചർച്ചകളിൽ ഗ്രേവേം പങ്കെടുത്തത്. അൻസലീഡിന്റെ കമാൻഡർ എന്ന നിലയിൽ അടിമക്കച്ചവടക്കാരെ എങ്ങനെ പരാജയപ്പെടുത്തണമെന്ന് അവനറിയാം. എപ്പോഴാണ് സമാധാനമുണ്ടാക്കേണ്ടതെന്നും അവനറിയാം, ടിരിയൻ പറഞ്ഞു. എസ്സോസിലെ പർവ്വതനിരകളിൽ ഉച്ചവേലിൽ തിളങ്ങുന്ന പാറക്കെട്ടുകൾക്കിടയിലൂടെ ജോറാവും ഡാരിയോയും നടക്കുകയായിരുന്നു. ജോറ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് പിന്നിലായി നിന്നു. ഡാരിയോ അവനെ തിരിഞ്ഞുനോക്കി. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഡാരിയോ ചോദിച്ചു. എനിക്ക് കുഴപ്പമില്ല, ജോറ പറഞ്ഞു. ഡാരിയോ ചെറുതായി ചിരിച്ചു. നിനക്ക് ഡ്രാഗണിന്റെ പുറത്ത് കയറാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു 20 വർഷം മുമ്പാണെങ്കിൽ ഒരുപക്ഷേ കഴിഞ്ഞേനെ. നമ്മുടെ രാജ്ഞി, അവൾ വളരെ വന്യമാണ്, നിനക്കറിയാമോ? അവളുടെ വലിപ്പം കണ്ട് നീ വിഡ്ഢിയാകരുത്. ഒരു ചെറുപ്പക്കാരനായ എനിക്ക് തന്നെ അത് വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ ഹൃദയത്തിന് അത് താങ്ങാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഡാരിയോ പരിഹാസത്തോടെ പറഞ്ഞു. ജോറ കുറച്ചുനേരം ഡാരിയോയെ തുറിച്ചുനോക്കി. എന്നിട്ട് വീണ്ടും നടക്കാൻ തുടങ്ങി. നമ്മുടെ രാജ്ഞി എന്നെ തിരഞ്ഞെടുത്തതിൽ നിനക്ക് ദേഷ്യമുണ്ടാകും, ഡാരിയോ പറഞ്ഞു. എനിക്ക് സങ്കടമാണ്. അധികം വൈകാതെ നീ അവളെ നിരാശപ്പെടുത്തും. അവൾ മുന്നോട്ടു പോകും, ജോറ പറഞ്ഞു. അവർ രണ്ടുപേരും മലഞ്ചെരിവിന്റെ അറ്റത്തേക്ക് നിരങ്ങി നീങ്ങി താഴേക്ക് നോക്കി. അതിവിശാലമായ വേസ് ദോത്രാക് താഴെ താഴ്വരയിൽ വ്യാപിച്ചുകിടപ്പുണ്ടായിരുന്നു. കുതിരയുടെ ഗേറ്റിലൂടെ പോകുന്ന ആ വഴി അവർ അതിനെ ദൈവത്തിന്റെ വഴി എന്ന് വിളിക്കുന്നു. ജോറ ആ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. കിഴക്കൻ മാർക്കറ്റ്, പടിഞ്ഞാറൻ മാർക്കറ്റ്. കാൽ ഡ്രോഗോ മരിച്ചപ്പോൾ മരിച്ച ഖാൽമാരുടെ വിധവകളായ ദോഷ് ഖലീനൊപ്പം ചേരാൻ അവൾ ഇങ്ങോട്ട് വരേണ്ടതായിരുന്നു. അവർ അവളെ കൊണ്ടുപോകുമായിരുന്നത് അവിടേക്കാണ്, ദോഷ് ഖലീനിന്റെ ക്ഷേത്രത്തിലേക്ക്. ജോറ എഴുന്നേറ്റ് മാറിനിന്ന് തന്റെ വോൾ ബെൽറ്റ് അഴിക്കാൻ തുടങ്ങി. നീ എന്താണ് ചെയ്യുന്നത്? ഡാരിയോ ചോദിച്ചു. വിശുദ്ധ നഗരത്തിൽ ആയുധങ്ങൾ കൊണ്ടുപോകുന്നത് നിരോധിച്ചിട്ടുള്ളതാണ്, ജോറ പറഞ്ഞു. അവരുടെ നഗരത്തിൽ ഒളിച്ചുകടന്ന് അവരുടെ ഖലീസിയെ മോഷ്ടിക്കുന്നതും നിരോധിച്ചിട്ടുള്ളതല്ലേ? ഡാരിയോ പരിഹസിച്ചു. അവർ നമ്മളെ കാണുകയും നമ്മുടെ പക്കൽ ആയുധങ്ങളില്ലാതിരിക്കുകയും ചെയ്താൽ നമ്മൾ പടിഞ്ഞാറൻ മാർക്കറ്റിലേക്ക് പോകുന്ന വ്യാപാരികളാണെന്ന് നമുക്ക് പറയാം. പക്ഷേ അവർ ആയുധങ്ങൾ കണ്ടാൽ, ജോറ പറഞ്ഞു, അവിടെ താഴെ അവർ 100,000-ഓളം വരും. നമുക്ക് യുദ്ധം ചെയ്ത് രക്ഷപ്പെടാൻ കഴിയില്ല. ഇരുട്ടുന്നതുവരെ നമ്മൾ കാത്തിരിക്കും, എന്നിട്ട് നമ്മൾ അവളെ കണ്ടെത്തും, ജോറ പറഞ്ഞു. ഡാരിയോ തന്റെ കഠാരയൊഴികെ ബാക്കി ആയുധങ്ങളെല്ലാം അവന് നൽകി. കഠാര കൂടി നൽകാനായി ജോറ കൈനീട്ടി. ഡാരിയോ ആ കഠാര തന്റെ കൈയിലിട്ട് അമ്മാനമാടി. എനിക്ക് ഈ കത്തിയോട് വല്ലാത്തൊരടുപ്പമുണ്ട്, ഡാരിയോ ആ കത്തിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. അത് നൽകാനായി മുന്നോട്ടാഞ്ഞപ്പോൾ ഡാരിയോ ജോറായുടെ വസ്ത്രത്തിലെ ദ്വാരത്തിലൂടെ അവന്റെ കൈയിലെ ഗ്രേസ്കേൽ പാടുകൾ കണ്ടു. ജോറ വേഗത്തിൽ അത് മറച്ചുപിടിച്ചു. വിഷമിക്കേണ്ട, അത് നിന്നെ തൊട്ടിട്ടില്ല, ജോറ പറഞ്ഞു. എന്താണ് സംഭവിക്കുകയെന്ന് നിനക്കറിയാമോ? ഡാരിയോ ചോദിച്ചു. എന്താണ് സംഭവിക്കുകയെന്ന് എനിക്കറിയാം, ജോറ പറഞ്ഞു. ജോറ മാറിനിന്ന് ശൂന്യതയിലേക്ക് നോക്കി. രാത്രിയിൽ വേസ് ദോത്ര തീപ്പന്തങ്ങളുടെ വെളിച്ചത്തിൽ കുളിച്ചുനിന്നു. ജോറാവും ഡാരിയോയും കുതിരലായങ്ങളിലൂടെ ഒളിച്ചു നടന്നു. അവർ ഒരു ഇടവഴിയിലേക്ക് ഒളിച്ചുകടന്നു. അതിലൂടെ മുന്നോട്ടു പോകുമ്പോൾ 2 ദോത്രാക്കി മനുഷ്യർ തങ്ങളുടെ നേർക്ക് വരുന്നത് അവർ കണ്ടു. വരൂ എന്നു പറഞ്ഞ് ജോറ അവരെ അഭിവാദ്യം ചെയ്യാൻ മുന്നോട്ടു ചെന്നു. അവൻ ദോത്രാക്കി ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. എന്റെ സുഹൃത്തുക്കളെ, ഞങ്ങൾ പടിഞ്ഞാറൻ മാർക്കറ്റിൽ നിന്നും വഴിതെറ്റി വന്നതാണ്. തിരികെ പോകാനുള്ള വഴി കാണിച്ചു തരാമോ? ജോറ ചോദിച്ചു. നിങ്ങൾ വ്യാപാരികളല്ല, ആ മനുഷ്യൻ തന്റെ കൂട്ടുകാരനോട് തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുവരൂ. ഡാരിയോ അവന്റെ പിന്നാലെ കുതിച്ചു. ജോറ ഒന്നാമത്തെ മനുഷ്യനെ അടിക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ആ മനുഷ്യൻ ജോറായുടെ മുഖത്ത് കാൽമുട്ടുകൊണ്ട് ഇടിച്ച് അവനെ താഴെയിട്ടു. ഇടവഴിയുടെ അറ്റത്തെത്തുന്നതിനു തൊട്ടുമുമ്പ് ഡാരിയോ ആ രണ്ടാമത്തെ മനുഷ്യനെ പിന്നിൽ നിന്നും പിടിച്ച് കഴുത്തൊടിച്ചു കൊന്നു. താഴെ വീണ ജോറായുടെ കഴുത്തിൽ പിടിച്ചു ഞെരിക്കുകയായിരുന്നു ഒന്നാമത്തെ മനുഷ്യൻ. അപ്പോഴേക്കും അവിടേക്ക് വന്ന ഡാരിയോ അവനെ പിന്നിൽ നിന്നും കുത്തിക്കൊന്നു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ കത്തിയോട് വല്ലാത്തൊരടുപ്പമാണെന്ന്,
ഡാരിയോ കഠാര തന്റെ ഷർട്ടിനുള്ളിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. വേസ് ദോത്രാക്കിലെ ക്ഷേത്രത്തിൽ ഇരുണ്ട അന്തരീക്ഷത്തിൽ ഡെനരീസ് ഇരിക്കുകയായിരുന്നു. സ്ത്രീകൾ പരസ്പരം മന്ത്രിക്കുന്നുണ്ടായിരുന്നു. നേതാവായ സ്ത്രീ അവളോട് സംസാരിക്കാൻ തുടങ്ങി. ദോത്രാക്കികൾ വിദേശികളുമായി ബന്ധം പുലർത്തരുതെന്ന് ഇവരിൽ ചിലർ കരുതുന്നു. അവർ വിഡ്ഢികളായ വൃദ്ധകളാണ്. നമ്മൾ കാലങ്ങളായി നമ്മുടെ രക്തം കലർത്തുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ഇവൾ ഹെസറീനാണ്. ഇവളുടെ കാൽ ഇവളുടെ ഗ്രാമം കത്തിച്ചതിനുശേഷം ഇവളെ ഒരു കിണറ്റിൽ നിന്നും കണ്ടെത്തിയതാണ്. നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ട്, നേതാവ് പറഞ്ഞു. അത് ഭൂരിഭാഗം ആളുകൾക്കുള്ളതിനേക്കാൾ കൂടുതലാണ്, ഡെനേറീസ് പറഞ്ഞു. നാളെ രാത്രി ഖാൽമാർ ഖാലർവേജ്വനായി ഒത്തുകൂടുമ്പോൾ അവർ നിന്നെ ഞങ്ങളോടൊപ്പം ജീവിക്കാൻ അനുവദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റ് സാധ്യതകൾ അത്ര സുഖകരമല്ല, നേതാവ് പറഞ്ഞു. എനിക്ക് മൂത്രമൊഴിക്കണം, ഡെനേറീസ് പറഞ്ഞു. നിനക്ക് ദോത്രാക്കികളിൽ നിന്നും ഓടിപ്പോകാൻ കഴിയില്ല. നിനക്കതറിയാം, നേതാവ് പറഞ്ഞു. ഞാനൊരിക്കലും ദോത്രാക്കികളിൽ നിന്നും ഓടിപ്പോകില്ല, ഡെനേറീസ് പറഞ്ഞു. ആ ലസറീൻ സ്ത്രീ ഡെനേറീസിനെ ക്ഷേത്രത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി. അവർ ഒരുമിച്ച് നടന്നു. എനിക്ക് ശുദ്ധവായു ആവശ്യമായിരുന്നു. ആ വൃദ്ധകൾക്ക് വല്ലാത്ത ദുർഗന്ധമാണ്, ഡെനേറീസ് പറഞ്ഞു. നിനക്ക് 3 ഡ്രാഗണുകളുണ്ടെന്നത് സത്യമാണോ? ആ സ്ത്രീ ചോദിച്ചു. എന്നെങ്കിലും ഒരിക്കൽ നിനക്ക് അവയെ കാണാൻ ആഗ്രഹമുണ്ടോ? അവർ ചോദിച്ചു. ഞാൻ ദോഷ് ഖലീനാണ്. മരിക്കുന്ന ദിവസം ചിതയിൽ നിന്നും പുകയായി ഉയരുന്നതുവരെ എനിക്ക് വേസ് ദോത്രാക്ക് വിട്ടുപോകാൻ കഴിയില്ല, അവർ വളരെ വിഷമത്തോടെ പറഞ്ഞു. പെട്ടെന്നാണ് ദാരിയോ പിന്നിൽ നിന്നും വന്ന് ആ സ്ത്രീയുടെ വായ പൊത്തിപ്പിടിച്ച് കഴുത്തിൽ കഠാര വെച്ചത്. ജോറ അവന്റെ പിന്നിലുണ്ടായിരുന്നു. വേണ്ട, അവളെ ഉപദ്രവിക്കരുത്, ഡെനേറീസ് പറഞ്ഞു. അവൾ നമ്മളെ ഒറ്റിക്കൊടുക്കും, ഡാരിയോ പറഞ്ഞു. ഡെനേറീസ് ഡാരിയോയുടെ കൈയിൽ പിടിച്ച് കഠാര താഴേക്ക് മാറ്റി. നമുക്ക് ജീവനോടെ വേസ് ദോത്രാക്കിൽ നിന്നും പുറത്തു കടക്കാൻ കഴിയില്ല, ഡെനേറീസ് പറഞ്ഞു. നമുക്ക് ശ്രമിക്കുക മാത്രമേ വഴിയുള്ളൂ, ജോറ പറഞ്ഞു. അല്ല, അതിനേക്കാൾ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. നിങ്ങൾ എന്നെ സഹായിക്കാൻ പോകുന്നു, ഡെനേറീസ് പറഞ്ഞു. അവൾ ആ ലസാരീൻ സ്ത്രീയെ നോക്കി ദോത്രാക്കി ഭാഷയിൽ പറഞ്ഞു. എന്നിൽ വിശ്വാസമർപ്പിക്കൂ, എന്നെ ഒറ്റിക്കൊടുക്കരുത്. ആ സ്ത്രീ തലയാട്ടി. കിങ്സ് ലാൻഡിംഗിലെ ഗ്രേറ്റ് സെപ്റ്റ് ഓഫ് ബേലോറിന്റെ ഇരുണ്ട ജയിലറയിൽ മാർജറി ഒരു മൂലയിൽ ചുരുണ്ടുകൂടിയിരിക്കുകയായിരുന്നു. സെപ്റ്റ യുനെല്ല അവിടേക്ക് വന്ന് അവളെ പ്രാർത്ഥനാമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഹൈസ്പാരോ അവിടെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. സെപ്റ്റ യുനെല്ല അവളെ മുട്ടുകുത്തിച്ച് അവിടെ നിന്നും പോയി. ഞാൻ നിന്നെ ഇപ്പോൾ പോകാൻ അനുവദിച്ചാൽ നീ എങ്ങോട്ടാണ് പോവുക? ഹൈസ്പാരോ ചോദിച്ചു. ഞാൻ എന്റെ സഹോദരന്റെ, എന്റെ ഭർത്താവിന്റെ, എന്റെ കുടുംബത്തിന്റെ അടുത്തേക്ക് പോകും, മാർജറി പറഞ്ഞു. തീർച്ചയായും, എന്നാൽ നിന്നെ സമ്മതിച്ചിടത്തോളം അതിനർത്ഥം പണം, അലങ്കാരങ്ങൾ, അധികാരം എന്നിവ തേടുക എന്നാണ്. ഞാൻ നിന്നെ അപമാനിക്കുകയല്ല. തുടർന്ന് അയാൾ മാർജറിയെ അവളുടെ സഹോദരൻ ലോറാസിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ലോറാസ് നിലത്ത് തളർന്നു കിടക്കുകയായിരുന്നു. അവനെ കണ്ട് മാർജറിയുടെ ഹൃദയം തകർന്നു. അവൾ അവനെ ചേർത്തുപിടിച്ചു. ലോറാസ്, നീ ശക്തനായിരിക്കണം, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എനിക്ക് ശക്തനാകാൻ കഴിയില്ല. ഞാൻ ഒരിക്കലും ശക്തനായിരുന്നില്ല. എനിക്കിത് നിർത്തണം. എന്നെ സഹായിക്കൂ, അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവർ ആ ഇരുട്ടിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. റെഡ് കീപ്പിൽ ടോമനിന്റെ മുറിക്കു പുറത്ത് സെർസി നടന്നു പോകുമ്പോൾ മേസ്റ്റർ പൈസൽ സംസാരിക്കുന്നത് അവൾ കേട്ടു. അവൾ ദേഷ്യത്തോടെ മുറിയിലേക്ക് കടന്നുചെന്നു. നിങ്ങളിവിടെ എന്തു ചെയ്യുകയാണ്? സെർസി ചോദിച്ചു. നമ്മുടെ നിലവിലെ പ്രതിസന്ധിയിൽ ഞാൻ രാജാവിനെ ഉപദേശിക്കുകയായിരുന്നു, മേസ്റ്റർ പൈസൽ പരിങ്ങി. പുറത്തുപോകൂ, സെർസി ആജ്ഞാപിച്ചു. പൈസൽ അവിടെ നിന്നും വേഗത്തിലിറങ്ങിപ്പോയി. തുടർന്ന് സെർസി ടോമനോട് ഹൈസ്പാരോനെക്കുറിച്ചും മാർജറിയെക്കുറിച്ചും സംസാരിച്ചു. ടോമൻ തന്റെ ഭയവും രഹസ്യങ്ങളും അമ്മയോട് പങ്കുവച്ചു. പിന്നീട് സ്മോൾ കൗൺസിൽ ചേംബറിൽ കേവനും ലേഡി ഒലനായും ഇരിക്കുമ്പോൾ സെർസിയും ജൈമയും അവിടേക്ക് വന്നു. അവർ ഹൈസ്പാരോനെ ഇല്ലാതാക്കാനും മാർജറിയെ രക്ഷിക്കാനുമുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു. ഇരുണ്ട മേഘങ്ങൾ മൂടിയ അയറൺ ഐലൻഡ്സിൽ മഴ തകർത്തു പെയ്യുന്നുണ്ടായിരുന്നു. തിയോൺ പൈക്ക് കാസിലേക്ക് തിരിച്ചെത്തി. വലിയ ഹാളിൽ തീയുടെ അടുത്തിരിക്കുകയായിരുന്ന യാരായുടെ അടുത്തേക്ക് അവൻ ചെന്നു. നീ വീട്ടിൽ തിരിച്ചെത്തിയെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല, യാര അവനെ നോക്കി പറഞ്ഞു. അവൻ നിന്നെ വിട്ടയച്ചോ? ഞാൻ രക്ഷപ്പെട്ടു, തിയോൺ പറഞ്ഞു. യാര എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് വന്നു. എന്റെ മുഖത്തേക്ക് നോക്കൂ. നിന്നെ രക്ഷിക്കാൻ ശ്രമിച്ച എന്റെ ആളുകൾ മരിച്ചു വീണു. എന്നിട്ടും നീ എന്നെ ചതിച്ചു. എനിക്കറിയാം. എന്നോട് ക്ഷമിക്കൂ. അവൻ എന്നെ ഒരു 1000 കഷണങ്ങളായി തകർത്തു, തിയോൺ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൻ അവളുടെ കാൽക്കൽ വീഴാൻ തയ്യാറായി നിന്നു. നിങ്ങൾ അയറൺ ഐലൻഡ്സ് ഭരിക്കണം. നിങ്ങളെ സഹായിക്കാൻ എന്നെ അനുവദിക്കൂ. വിന്റർഫെല്ലിൽ റാംസെ വളരെ ശാന്തനായിരുന്ന് ഒരു ആപ്പിൾ മുറിക്കുകയായിരുന്നു. ഒരു കാവൽക്കാരൻ ഓഷായെ അവിടേക്ക് കൊണ്ടുവന്നു. റാംസെ അവളോട് സംസാരിക്കുകയും അവളെ പ്രലോഭിപ്പിക്കുകയും ചെയ്തു. ഓഷ മേശപ്പുറത്തുള്ള കത്തിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും റാംസെ അപ്രതീക്ഷിതമായി അവളെ കഴുത്തിൽ കുത്തിക്കൊന്നു. അവളുടെ കഴുത്തിൽ നിന്നും ചോര വാർന്നൊഴുകി അവൾ നിലത്തു വീണു മരിച്ചു. റാംസെ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ തന്റെ ആപ്പിൾ കഴിക്കുന്നത് തുടർന്നു. കാസിൽ ബ്ലാക്കിലെ മെസ് ഹാളിൽ സാൻസ, ജോൺ സ്നോ, ബ്രിയൻ, ടോർമണ്ട്, ഡൊലോറസ് എഡ് എന്നിവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
ടോർമണ്ട് വീണ്ടും ബ്രിയനെ ഉറ്റുനോക്കി പുഞ്ചിരിച്ചു. അപ്പോഴാണ് ഒരു കാവൽക്കാരൻ ജോൺ സ്നോന് ഒരു കത്ത് കൊണ്ടുവന്നു കൊടുത്തത്. അതിൽ ഹൗസ് ബോൾട്ടണിന്റെ മുദ്രയുണ്ടായിരുന്നു. ജോൺ സ്നോ ആ കത്ത് തുറന്നു വായിക്കാൻ തുടങ്ങി. ആ വാക്കുകൾ കേട്ട് എല്ലാവരും ഞെട്ടി. രാംസെ ബോൾട്ടൺ എഴുതിയ ആ കത്തിൽ വളരെ ക്രൂരമായ ഭീഷണികളായിരുന്നു ഉണ്ടായിരുന്നത്. റിക്കോൺ അവരുടെ കയ്യിലുണ്ടെന്ന സത്യം സാൻസായെ തകർത്തു. നമ്മൾ വിന്റർഫെല്ലിലേക്ക് തിരിച്ചുപോയി അവരെ രണ്ടുപേരെയും രക്ഷിക്കണം, സാൻസ ജോൺ സ്നോന്റെ കൈപിടിച്ചുകൊണ്ട് അപേക്ഷിച്ചു. ജോൺ സ്നോ സമ്മതമെന്നോണം തലയാട്ടി. വയസ് ദോത്രാക്കിലെ ക്ഷേത്രത്തിൽ എല്ലാ ഖൽമാരും ഒരു കൗൺസിലിനായി ഒത്തുകൂടിയിരുന്നു. ദോത്രാക്കി ഭാഷയിൽ അവർ തങ്ങളുടെ ക്രൂരമായ പദ്ധതികൾ ചർച്ച ചെയ്തു. അവിടേക്ക് ഹസറീൻ സ്ത്രീയും ദോഷ് ഖലീൻ നേതാവും ചേർന്ന് ഡേനറിസിനെ കൊണ്ടുവന്നു. ഇവളെക്കുറിച്ച് ആർക്കാണ് ചിന്ത? ഇവളൊരു കുള്ളിയാണ്, ഒരു ഖാൽ പരിഹസിച്ചു. എന്നാൽ ഡേനറീസ് വളരെ ശാന്തയായിരുന്നു. ഞാൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഡെനറിസ് ചോദിച്ചു. അവൾ തീക്കുണ്ടത്തിനടുത്തേക്ക് നടന്നു. നിങ്ങളിവിടെ വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ ചെറിയ മനുഷ്യരാണ്. നിങ്ങളാരും ദോത്രാക്കികളെ നയിക്കാൻ യോഗ്യരല്ല. പക്ഷേ ഞാൻ യോഗ്യയാണ്. ഖാൽമാർ അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. ഡെനറിസ് തീക്കുണ്ടത്തിൽ കൈവച്ചു. നിങ്ങൾ എന്നെ സേവിക്കാൻ പോകുന്നില്ല, നിങ്ങൾ മരിക്കാൻ പോകുകയാണ്. അവൾ തീക്കുണ്ടങ്ങൾ ഓരോന്നായി മറിച്ചിട്ടു. ക്ഷേത്രം മുഴുവൻ തീപടർന്നു. ജോറാവും ഡാരിയോയും പുറത്തുനിന്ന് ക്ഷേത്രം കത്തുന്നത് നോക്കി നിന്നു. തീ ആളിപ്പടർന്നു. ഖൽമാർ എല്ലാവരും വെന്തുമരിച്ചു. കത്തിയെരിയുന്ന ക്ഷേത്രത്തിൽ നിന്നും യാതൊരു പൊള്ളലുമേൽക്കാതെ നഗ്നയായി ഡേനറീസ് പുറത്തേക്ക് നടന്നുവന്നു. ആ കാഴ്ച കണ്ട് ദോത്രക്കി ജനത മുഴുവൻ അവൾക്കു മുന്നിൽ മുട്ടുകുത്തി. ജോറാവും ഡാരിയോയും ആ അത്ഭുതത്തിനു മുന്നിൽ തലകുനിച്ചു. എപ്പിസോഡ് അവസാനിക്കുന്നു. ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you so much.